അപ്പോൾ ഒരു ടോപ്പിക് കൂടി നമുക്ക് ഫോർത്ത് മോഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാനുണ്ട്, DSS ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം എന്താണെന്നുള്ളത് നോക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ്? ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദ ബേസിക് സ്റ്റെപ്സ് ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ്, അല്ലെങ്കിൽ ദ ബേസിക് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ് ബേസ്ഡ് ഓൺ വിച്ച് യു ക്യാൻ എക്സിക്യൂട്ട് ദ അൽഗോരിതം ഓർ യു ക്യാൻ ഇംപ്ലിമെൻറ്റ് അൽഗോരിതം. മനസ്സിലാവുന്നുണ്ട്? ഈ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടായിരിക്കും അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം അതാണ് DSS സ്റ്റാൻഡേർഡും DSA അൽഗോരിതവുമാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും DSS സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഏത് അൽഗോരിതം ഫോക്കസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഷായുടെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് സെക്യൂർ ഹാഷ് അൽഗോരിതം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളൊരു സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു ഓൾറെഡി. അപ്പം അത് ആ ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായി ഏത് അൽഗോരിതമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? സെക്യൂർ ഹാഷ് അൽഗോരിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഷൻ. തന്നെ പല വേർഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഷൻ ഓഫ് സെക്യൂർ ഹാഷ് അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഡിസൈൻഡ് ആക്ച്വലി ബൈ നെസ്റ്റ്. ഓക്കെ, ആൻഡ് NSA ഇൻ ദ ഏർലി 1990s. ഓക്കെ, നെസ്റ്റ് എന്താ? NSA എന്താണെന്ന് അറിയാമല്ലോ. നെസ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജീസ്, അങ്ങനെ എന്തോ ആണ്. അതുപോലെ NSA എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആർക്കിടെക്ചർ. ഓക്കെ, NSA. ഓക്കെ, അപ്പം അവരൊക്കെ ചേർന്നാണ് ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് വേൾഡ് വൈഡ് അക്സെപ്റ്റൻസിന് വേണ്ടി പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, സോ DSS ഇസ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് DSA ഇസ് അൽഗോരിതം. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ജസ്റ്റ് സം മിനിറ്റ്സ് അഗോ. ഓക്കെ, അതുപോലെ തന്നെ എൽഗമിൾ ആൻഡ് സ്നോ സ്കീംസ്. ഓക്കെ, പല ഡിഫറെൻറ്റ് വേർഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കീം ഏതൊക്കെയെന്നുള്ളതാണ് ജസ്റ്റ് ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാം, ഇത്തരത്തിൽ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡിൻ്റെ കൺസെപ്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾ അൽഗോരിതത്തിനെ ബേസ് ചെയ്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കുന്നത്. എത്ര സൈസുള്ള ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറാണ്? 320 ബിറ്റ് സൈസുള്ള ഒരു സൈനാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. 320 ബിറ്റ് ആയിട്ടുള്ള ഒരു സൈനാണ്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് ഓൺലി 320 ബിറ്റ്, ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് എ സെക്യൂരിറ്റി വിച്ച് ഇസ് ഈക്വലന്റ് ടു സംവാട്ട് 512 to 1024 ബിറ്റ്സ്. അതായത് 512 മുതൽ 1024 ബിറ്റ്സ് വരെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, എത്രത്തോളം സെക്യൂരിറ്റി അവർക്ക് തരാൻ പറ്റുമായിരുന്നോ അത്രത്തോളം സെക്യൂരിറ്റി തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിഗ്നേച്ചറാണ് ഈ 320 ബിറ്റ് സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഓൾദോ ദ സൈസ് ഓഫ് ദ സിഗ്നേച്ചർ ഈസ് ഓൺലി 320 ബിറ്റ്, okay, the security will be quite lessened. I don't think like that. It will be able to provide a security which is equivalent to as that of 512 to 1024 bits. Okay, and the security will be depending upon the difficulty of computing discrete logarithm. ഞാൻ പറഞ്ഞല്ലോ, DSA അൽഗോരിതം പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു, നമുക്ക് 3 മെയിൻ സ്റ്റെപ്സ് ഉണ്ട്: കീ ജനറേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഇതിനകത്തെല്ലാം നമ്മൾ പല പല സ്റ്റെപ്സ് പഠിച്ചപ്പോൾ ഒരുപാട് ലോഗറിതമിക് ഫങ്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്തിരുന്നത് അല്ലേ? കീ കൺസ്ട്രക്ട് ചെയ്യാനായാലും റിസീവർ സൈഡിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാനായാലും ഒരുപാട് ലോഗറിതമിക് ഫങ്ഷൻസ് അപ്ലൈ ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ചെയ്തത്. അപ്പം എത്രത്തോളം വലിയ വലിയ വാല്യൂസ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം കോംപ്ലക്സിറ്റി കൂടും, ശരിയാണ്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് the attackers won't be able to easily attack your signature or identify your signature. അതാണ്. അപ്പം അത്രത്തോളം സെക്യൂർഡ് ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ 2 രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ആയിട്ട് പറഞ്ഞത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസെപ്റ്റ്, രണ്ടാമത്തെ RSA അപ്രോച്ച്. RSA അപ്രോച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സൈനിനെ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് RSAയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് വരുന്നത്. അത് നോക്കി, മെസ്സേജിനെ ഹാഷ് ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്തു, സൈൻ ജനറേറ്റ് ചെയ്തു. ആ സൈൻ സെക്യൂർഡ് അല്ല എന്നൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ആ സൈനിനെ എൻക്രിപ്ഷൻ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യിപ്പിച്ചു. ആ എൻക്രിപ്ഷൻ പ്രോസസ്സ് എന്ത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്? സെൻറ്ററിൻ്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട്. അവിടെയാണ് RSAയുടെ കൺസെപ്റ്റ് വരുന്നത്. സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ ആ സെക്യൂർഡ്, ദാറ്റ് മീൻസ് എൻക്രിപ്റ്റഡ് സിഗ്നേച്ചറും ഒരു മെസ്സേജുമാണ് കമ്പൈൻ ചെയ്ത് റിസീവർ സൈഡിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയാം. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ജസ്റ്റ് യു ഹാവ് ടു റിവൈസ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് DSSൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, സെക്യൂർ ഹാഷ് അൽഗോരിതം പോലുള്ള ഹാഷ് ഫംഗ്ഷൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ സിഗ്നേച്ചർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് എ ഇൻപുട്ട് ടു എ സിഗ്നേച്ചർ along with a random number key.
ഓക്കെ, ദാറ്റ് മീൻസ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പോലെ ചില കേസസിൽ നമ്മൾ കീയുടെ കൺസെപ്റ്റും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഈ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് സംടൈംസ് ആൻഡ് ഓൾ ദ സിഗ്നേച്ചർ ഫംഗ്ഷൻ വിൽ ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. അതാണ് നമ്മൾ ആ RSAയുടെ കൺസെപ്റ്റിൽ. ഓക്കെ, RSAയുടെ കൺസെപ്റ്റിൽ എന്താ പറഞ്ഞു, നമ്മൾ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സെൻഡറിൻ്റെ പ്രൈവറ്റ് കീയുടെ കൺസെപ്റ്റ് കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്, നത്തിങ് അതർ ദാൻ ഫോർ ഡൂയിങ് ദ എൻക്രിപ്ഷൻ പ്രോസസ് സോ ആസ് ടു മേക്ക് യുവർ സിഗ്നേച്ചർ സെക്യൂർഡ്. അല്ലേ, നിങ്ങളുടെ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്താൽ ഉടനെ അത് സെൻഡറിൻ്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി യുവർ ഡേറ്റ വിൽ ബി സെക്യൂർഡ്. ഓക്കെ, പക്ഷേ ഈ DSSൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ പബ്ലിക് കീയുടെ കൺസെപ്റ്റ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ പബ്ലിക് കീ. അത് വേറൊന്നുമല്ല, നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതത്തിൽ നമ്മൾ 3 ഗ്ലോബൽ കീസ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, 3 ഗ്ലോബൽ കീസ്. ഓക്കെ, G അങ്ങനെ 2-3 ഗ്ലോബൽ കീസ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഈ 3 ഗ്ലോബൽ കീസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ കീ ജനറേഷൻ പ്രോസസ്സിൽ തന്നെ ഈ 3 കീസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കീസ് കണ്ടുപിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കൺസെപ്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, കണ്ടോ, റിസൾട്ടിങ് സിഗ്നേച്ചർ വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് 2 പാർട്ട് SNR. അതായത് നിങ്ങൾ സിഗ്നേച്ചർ അൽഗോരിതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2 പാർട്ടായിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, S പാർട്ടും R പാർട്ടും. അപ്പോൾ ഇത് റിസീവറിൻ്റെ കയ്യിലെത്തുമ്പോൾ റിസീവർ എന്ത് ചെയ്യും, ഇതിൽ R പാർട്ട് അങ്ങോട്ട് എടുക്കും. അയാൾ റിസീവർ കണ്ടുപിടിക്കുന്ന വാല്യൂസും വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ കൺഫേം അല്ലെങ്കിൽ ഹി ക്യാൻ എൻഷുർ ദാറ്റ് ദ സെൻഡർ ഇസ് എ ജെന്യുവൻ പേഴ്സൺ. അത് തന്നെയാണ് ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതത്തിൽ പല സ്റ്റെപ്സ് വഴി ഡിജിറ്റൽ സിഗ്നേച്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ്, സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ആ റൂൾസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം ദ തിങ് ഇസ് ദാറ്റ് വാട്ട് എവർ ഇസ് ലിസ്റ്റ് ഔട്ട് ഓർ വാട്ട് എവർ ഇസ് പോയിന്റഡ് ഔട്ട് ഇൻ ദ കേസ് ഓഫ് digital signature algorithm is also listed out here. That's all. Okay.